അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പെയിൻ്റ് അടിച്ചെന്ന് ആരും ചിന്തിക്കേണ്ട. ഇതുപോലെ ക്രെയിൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാട്ടോ പെയിൻറ്റിങ് അടിയൊക്കെ നടക്കുന്നത്. ഇതാണ് മമ്മാലിപ്പടിയിൽ നിന്ന് കയറുന്ന മെർജിങ് പോയിൻ്റ് കേട്ടോ. ഈ 2 പോയിൻ്റ് ഞാൻ വരുന്ന വഴിക്ക് ഒരു മെർജിങ് പോയിൻ്റ് കണ്ടില്ല. നമ്മുടെ തിരൂർ ഭാഗത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഗം മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ NH-66 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് ഇവിടെ കോട്ടക്കൽ ബൈപ്പാസിന്റെ മുകളിൽ കേട്ടോ. കോട്ടക്കൽ ബൈപ്പാസ് സ്വാഗതമാണ് ഭാഗത്താട്ടോ ഞങ്ങളത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഷോർട്ട് ക്രീറ്റിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന കാഴ്ച കണ്ട. അപ്പൊ മൊത്തം കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്റെ സൗണ്ടില് എന്തെങ്കിലും ചെറിയ മാറ്റം, അതായത് മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൈക്കിന്റെ ഒരു ടെസ്റ്റിംഗ് കൂടിയാട്ടോ ഈ വീഡിയോ. അപ്പം മൈക്കിന്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി കിട്ടില്ല. കുറെ കളിച്ചു ഞാൻ ഇതിന്റെ മുകളില്. അപ്പൊ റെഡി ആയി കിട്ടുന്ന ചിലപ്പുണ്ടോന്നൊരു സംശയമുണ്ട്. ഇന്നലെ വാങ്ങിയതാണ്. അപ്പൊ അതിന്റെ കറക്റ്റ് വീട്ടിൽ പോയിട്ട് ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്യണം. സെറ്റിങ്സിലും ഒക്കെ ഒന്ന് പോയിട്ട് എന്തൊക്കെ കാട്ടി ലെവലാക്കേണ്ടി വരുന്നു. അപ്പോഴേ ഞാൻ ആ വീഡിയോ കണ്ടു നോക്കിട്ടോ, നല്ല ചിലപ്പുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ മാറ്റി. അപ്പോൾ നമ്മളെ മൊബൈലിൽ തന്നെ സൗണ്ട് നേരിട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഈ തലക്കൽ വന്നിട്ടുള്ള കാഴ്ചകളാട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ വീഡിയോ ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഫുള്ള് വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഫുള്ള് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ ഡ്രെയിനേജിൻ്റെ മുകളിൽ ഒലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കല്ലേ. ഡ്രെയിനേജിൻ്റെ മുകളിൽ ഒലിച്ചിട്ട് റോട്ടുമലേക്ക് ഒലിക്കില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് മാറ്റുന്നല്ല. അപ്പോൾ ഇവർ ഓരോ കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ചെറിയൊരു വർക്ക് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആ വെള്ളത്തിൻ്റെ കാഴ്ച അവിടെ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇവിടെ എന്തോ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, എന്തോ വർക്ക് നടക്കുന്നുണ്ട്. പോയി വെക്കാം. ഡ്രെയിനേജ് ഉണ്ടല്ലോ, ഡ്രെയിനേജ് ഇനി അവർ ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അവർ ഇങ്ങോട്ട് വളച്ച് സെൻറ്റർ ഭാഗത്ത് കൂടി അടിയിൽ കൂടി അങ്ങനെ ആക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അത് ഫുള്ള് അല്ല, ഞാൻ ഡ്രെയിനേജ് അവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് എടുത്തിട്ട് ഇതിൻ്റെ റോഡിൻ്റെ സെൻറ്ററില്ല കുറച്ചൊരു മാറിയുകൊണ്ട് ഡ്രെയിനേജ് ഇതാ കൊടുത്തിട്ട് അവിടേക്ക് അങ്ങനെ കൊണ്ടുപോകാനുള്ള പരിപാടി കേട്ടോ. ആ മൂലകളിലേക്ക് അവിടെ നിന്ന് തിരിക്കാനുള്ള പരിപാടി. എന്താ വെച്ചാൽ ഇവിടെ നല്ല കരിങ്കൽപ്പാറാണ്. അവിടെ ഒരിക്കലും ഇനിയിപ്പോൾ അവർക്ക് അവിടെ പൊളിക്കൽ നല്ല പരിപാടിയെല്ലാം തോന്നുന്നു. ഇവിടെ കുറേ പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവർ ഡ്രെയിനേജിൻ്റെ ദിശ അവർ മാറ്റി. അത് നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വെറുതെ ഇനി കരിമ്പാറ ഒരുപാട് ഇത്രയും നല്ല ഹൈറ്റിൽ ഒരു 10 അടിയോളം ഹൈറ്റിലുള്ള നല്ല കരിമ്പാറ ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പൊളിച്ച് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനിയും അവർ കരിമ്പാറ പൊളിക്കാൻ നിൽക്കുന്നുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ അതിനാത്ര ഹൈറ്റ് ഉണ്ട്. ഇത് 50 അടി ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി നിങ്ങൾ, 5 നല്ല ബിൽഡിങ്ങിൻ്റെ ഉയരായില്ലേ. ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ച് നമ്മുടെ KNRCLൻ്റെ വർക്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കാണ്. ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് എന്തായാലും മഴ കൊള്ളുന്ന സ്ഥലങ്ങളിലൊന്നും വലിയൊരു കുഴപ്പങ്ങൾ ഞാൻ കാണുന്നില്ല കേട്ടോ. പിന്നെ വെള്ളം ഒലിച്ചു വരുന്നിടത്ത് ഇവർ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എന്താ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം ഒലിക്കുമ്പോൾ എന്തോ സംഭവിക്കുമോ എന്നുള്ള ഒരു ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇവർ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വെള്ളം ഇങ്ങനെ വരും എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ഇവർ ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരുത്തുന്നുണ്ട്. ബൈപ്പാസിൻ്റെ കാഴ്ച ഞാൻ ഇതിൻ്റെ പിന്നാലെ അങ്ങനെ കാണിക്കട്ടോ. ആദ്യം എന്തായാലും ഞാൻ ഇവിടെയുള്ള ഈ വർക്കിൻ്റെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ബൈപ്പാസിൻ്റെ മൊത്തത്തിലുള്ളൊരു കാഴ്ച നമുക്ക് വണ്ടിൻ്റെ ഉള്ളൊരു ഒറ്റ പോക്കം കൊണ്ട് പോകാം. അപ്പോൾ എവിടെയൊക്കെ തുറക്കാത്തതൊക്കെ നമുക്ക് അവിടെ നിന്ന് വണ്ടി വാഹനങ്ങൾ പോകുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ ഇവിടെ അടുത്തേക്ക് വരുമ്പോൾ അവർ മാറ്റം വരുത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓരോ പൈപ്പിൽ നിന്ന് വരുന്നതാണോ വെള്ളം വരുന്നതാണോ. യെസ്. അപ്പോൾ അവർ ആ പൈപ്പ് അത് ജോയിൻറ്റ് ചെയ്ത് ഡ്രെയിനേജിലേക്ക് ഇറക്കാനുള്ള പരിപാടി കേട്ടോ. ഓരോ ഏരിയ അവർ ഹോൾസാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പൈപ്പ് ഇറക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇവിടെ. ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ
ഇവിടെയൊക്കെ കിണറുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടൊരു കിണറുണ്ടായിരുന്നു. വർക്കിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കറക്റ്റ് സെൻട്രൽ ഭാഗത്തായിട്ടൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിലൊക്കെ വെള്ളം നിൽക്കണ നല്ല ഭൂമി വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഏരിയയിലും പല ഭാഗത്തും ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അവിടെ ഹൈറ്റ് കുറഞ്ഞ ഭാഗങ്ങളാട്ടോ, ഏകദേശം ഒരു 20 അടിയൊക്കെയാണ് അധികം കൂടുതൽ കാനാസിൻ്റെ വർക്കിൽ അധികം ഉള്ളു. ഏറി വന്നാൽ 20 അടി. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ വെള്ളത്തിൻ്റെ പ്രശ്നം എവിടെയും കാണുന്നില്ല, ഒലിക്കുന്ന പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഇവർ നല്ല ഹൈറ്റിലായതുകൊണ്ട് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. വളരെ ഹൈറ്റ് കേട്ടോ. ഞാനൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ധൈര്യമായിട്ട് നിൽക്കുന്ന കാലം എന്താ അറിയാം, ഇതൊക്കെ മറ്റേ ചെങ്കൽപ്പാറ ആയതുകൊണ്ട് കേട്ടോ. ഇതൊക്കെ മണ്ണിൻ്റെ മുകളിലാണ് ചെയ്തതെങ്കിൽ നമുക്ക് ഇവിടെ അടിയിൽ ഇതിൻ്റെ അടിഭാഗം എല്ലാ വർക്കും നമ്മളിത് കണ്ടതുകൊണ്ട് നമുക്ക് ഇത് വലിയ വിഷയമില്ല, കാണും വലിയ പേടി വരില്ല. ഇത് കരിമ്പാറ ചെങ്കൽപ്പാറ ആയതുകൊണ്ട് വിഷയമില്ല. ഈ ഷോർട്ട് ക്രീറ്റ് ആ പാറിൻ്റെ മുകളിൽ പറ്റി നിൽക്കുകയാണ്. പിന്നെ ഓരോ കമ്പികളും 8 മീറ്റർ ഉള്ളോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എത്ര 2 അടി വിട്ടിട്ട് കമ്പികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 മീറ്റർ ഉള്ളോട്ട് പോകുമ്പോൾ അത് ഫുള്ള് കോൺക്രീറ്റുള്ള പിടുത്തമാണ്, അതും നെറ്റും തമ്മിലുള്ള പിടുത്തം. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. സംഭവം കാണുമ്പോൾ ഒരു പേടി അറിയാത്തവർക്കുണ്ടാവും, ഇത് അറിയുന്ന ആൾക്കാർക്ക് പേടി ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് മമ്മാലിപ്പടിയിൽ നിന്ന് കയറുന്ന മെർജിങ് പോയിന്റ് കേട്ടോ. ഈ 2 പോയിന്റ്, ഞാൻ വരുന്ന വഴിക്ക് ഒരു മെർജിങ് പോയിന്റ് ഉണ്ടില്ല, നമ്മുടെ തിരൂർ ഭാഗത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ ഭാഗം മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മറ്റേ ഭാഗം 6 വരിപ്പാത തുറന്നു കൊടുത്തിട്ടില്ല. അത് ആ സർവീസ് റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കോട്ടക്കൽ ഭാഗത്ത് കൂടി അങ്ങോട്ട് പോകും കേട്ടോ. ഇപ്പോൾ ഈ ഭാഗം മൊത്തം തുറന്നു കൊടുത്തു, കോട്ടക്കൽ എല്ലാ ഭാഗവും തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ മമ്മാലിപ്പടി ആ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന സർവീസ് റോഡിൻ്റെ അവിടെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു കൊടുക്കും. നല്ല മഴ വരുന്നുണ്ട്, നമുക്ക് വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം. വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ അടിഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെയുള്ള കാഴ്ച ഇങ്ങനെ കേട്ടോ. പെയിൻറ്റിങ് അടി ഇവിടെ
തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ അടിയിൽ പെയിൻ്റ് അടിക്കുന്നുണ്ട്, അതുപോലെ മുകളിൽ ക്രെയിനിൻ്റെ മുകളിൽ അടിച്ച് വെച്ചിട്ട് അവിടുന്ന് അടിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സെറ്റ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പെയിൻ്റ് അടിച്ചെന്ന് ആരും ചിന്തിക്കേണ്ട. ഇതുപോലെ ക്രെയിൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാട്ടോ പെയിൻറ്റിങ് അടിയൊക്കെ നടക്കുന്നത്. ഇനി ഇവിടെ ഈ ഭാഗത്ത് കുറച്ചുകൂടി പെയിൻറ്റിങ് കുറച്ച് ആ ഭാഗത്ത് അടിക്കാണ്ട്. ഈ ഭാഗത്തേക്കുള്ള ഏകദേശം ഫുള്ള് കഴിഞ്ഞോ? ഇല്ല. അതുപോലെ ഈ ഭാഗത്ത് കുറച്ചുണ്ട്. ഈ ലൈന് മൊത്തം അതുവരെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ഈ ബൈപ്പാസ് രണ്ടാമത്തേതാണ്. ഈ ഭാഗം നാളെ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ തുറന്നു കൊടുത്തതിന് ശേഷമായിരിക്കും കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതാണ് നമ്മുടെ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ കോട്ടക്കലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.